റെഡ്മി തങ്ങളുടെ നോട്ട് 12 സീരീസിലേക്ക് ഒരു പുതിയ സ്മാർട്ട് ഫോൺ കൂടി അവതരിപ്പിച്ചിരിക്കുന്നു, റെഡ്മി നോട്ട് 12 എന്ന പേരിൽ. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്ക് ആദ്യം ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ അൺബോക്സിംഗ് വളരെ പെട്ടെന്ന് കാണാം. ഇതുപോലൊരു ബോക്സിനകത്താണ് റെഡ്മിയുടെ നോട്ട് 12 എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഇവിടെ സൂപ്പർ AMOLED ഡിസ്പ്ലേ എന്ന് പറയുന്നുണ്ട്. അതുപോലെ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ്. എംഐയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റെഡ്മി നോട്ട് 12 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് 6GB 128GB ഇന്റൽ മെമ്മറി വേരിയന്റ് സൺറൈസ് ഗോൾഡ് എന്ന കളർ വേരിയന്റുമാണ്. എനിവേ നമുക്ക് അൺബോക്സ് ചെയ്ത് ഫോണിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വളരെ പെട്ടെന്ന് നോക്കാം. യെസ്, ഈ ഒരു പേപ്പർ ബോക്സിനകത്ത് ഇതുപോലെ ഇവിടെ സിം ഇജക്ടർ പിന്നുണ്ട്. അതുപോലെ യൂസർ മാനുവൽ വാറന്റി കാർഡ് ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മനോഹരമായിട്ടുള്ള ബാക്ക് കേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, ഫോണിന് ഒരു ബോക്സി ഡിസൈൻ ആണെന്ന് ഈ ഒരു കേസ് കാണുമ്പോൾ മനസ്സിലാവും. ഒരു വലിയ ക്യാമറ മൊഡ്യൂൾ കട്ടൗട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഫോൺ ഇരിക്കുന്നു, അതിലേക്ക് വരാം. വേറെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബോക്സിനകത്ത് വേറെ ഉള്ളത് ഇത്തരത്തിൽ 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഫോണിന്റെ ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ചാർജ് ചെയ്യാനായി ഇതുപോലെ USB Type-C ചാർജിങ് കേബിളാണ് ചാർജിങ്ങിനായിട്ട് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഫോണിലേക്ക് വരാം. യെസ്, ഇതായിരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. നോക്കാം അല്ലേ? വാവ്, അടിപൊളി വെറൈറ്റി കളർ. ഇവിടെ ഇതുപോലെ റെഡ്മി എന്ന് എഴുതിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ക്യാമറ മൊഡ്യൂൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ റെഡ്മി തങ്ങളുടെ രണ്ട് പുതിയ ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ ആണ് പുറത്തിറക്കിയത്. റെഡ്മി 12Cയും ഇതുപോലെ റെഡ്മി നോട്ട് 12ഉം. അപ്പോൾ 12Cയുടെ വീഡിയോ നമ്മൾ ആൾറെഡി ചെയ്ത് കഴിഞ്ഞു. അത് വളരെ വിലക്കുറവിൽ വാങ്ങാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരുന്നു. അതിന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാം. എനിവേ, നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് റെഡ്മി നോട്ട് 12 എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളാണ്. ഫോണിന് ഇത്തരത്തിലൊരു ബോക്സി ഡിസൈൻ ആണ്. നമ്മൾ പല സ്മാർട്ട് ഫോണുകളിലും കണ്ടുവരുന്ന ടൈപ്പ് ഒരു ക്യാമറ മൊഡ്യൂൾ ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇതുപോലെ നൽകിയിരിക്കുന്നത്. മൊത്തത്തിൽ 3 ക്യാമറകൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്കിൽ കാണാം. ഇവിടെ ഒരു LED ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ റെഡ്മി എന്ന് എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. വല സൈഡിലാണ് ഇത്തരത്തിൽ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും ഉള്ളത്. ഈ ഒരു പവർ ബട്ടണിൽ തന്നെ ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ഇതുപോലെ സ്പീക്കർ ഗ്രില്ല്, ചാർജിങ്ങിന് വേണ്ടി USB Type-C ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ. ഇടത് സൈഡിലാണ് സിം ട്രേ. ഞാനൊരു ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്റെ പ്രതീക്ഷകൾ അസ്ഥാനത്താക്കിക്കൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ സമയം 2 നാനോ സിം കാർഡുകൾ, ഒരു മെമ്മറി കാർഡും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിക്കാം. മുകളിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ 3.5mm ഓഡിയോ ജാക്കും അതുപോലെ റെഡ്മി സ്മാർട്ട് ഫോണുകളിൽ അല്ലെങ്കിൽ ഷവമി സ്മാർട്ട് ഫോണിൽ കാണപ്പെടുന്ന IR ബ്ലാസ്റ്ററും കാണാം. സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കുണ്ട്. അപ്പോൾ ഈ ഒരു IR ബ്ലാസ്റ്റർ ഉള്ളതുകൊണ്ട് തന്നെയും നമുക്ക് നമ്മുടെ വീട്ടിൽ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യുന്ന എല്ലാ ഡിവൈസുകളും ആ റിമോട്ടുകൾക്ക് പകരം ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ ഒരു 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വയർഡ് ഹെഡ്സെറ്റുകൾ എന്തായാലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിക്കാനാകും. വെറും 7.8mm മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ തിക്നെസ്. അതുപോലെ 186 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് എസ്പെഷ്യലി നമുക്ക് കയ്യിലൊക്കെ ഹോൾഡ് ചെയ്യാൻ മനോഹരമായിട്ടുള്ള ഒരു ഇൻ ഹാൻഡ് ഫീലും ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നു. ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയേണ്ടി വരും. കാരണം ഒരു മികച്ച പ്രൈസിംഗിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് AMOLED ഡിസ്പ്ലേ, അതും സൂപ്പർ AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നു. മാത്രമല്ല ഫുൾ HD റെസൊല്യൂഷൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 6.67 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ നൽകിയിരിക്കുകയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത്. ഇതിന്റെ ചുറ്റുമുള്ള ഈ ബസലൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള ഒരു ബസൽ തന്നെയാണ്. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിന് നമുക്ക് ഇതുപോലെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും നൽകിയിട്ടുണ്ട്. ഡിഫോൾട്ട് ആയിട്ട് 60 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആയിരിക്കും. പക്ഷേ നമുക്ക് ഇതുപോലെ 120 ഹെർട്സിലേക്ക് സ്വിച്ച് ചെയ്യാം. അപ്പോൾ 120 ഹെർട്സ് വിത്ത് AMOLED ഡിസ്പ്ലേ, അതും സൂപ്പർ AMOLED ഡിസ്പ്ലേ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ, അതായത് ഒരു ബജറ്റ് ഫ്രണ്ട്ലി പ്രൈസ് റേഞ്ചിൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ബ്രൈറ്റ്നസും ഈ ഒരു സ്മാർട്ട് ഫോണിന് റെഡ്മി നൽകിയിട്ടുണ്ട്. 1200 നിറ്റ്സ് ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ്. നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് അത്തരത്തിൽ റെഡ്മി നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ പ്രൈസിലും കൂടിയ പ്രൈസ് ഉള്ള സ്മാർട്ട് ഫോണുകളിൽ കണ്ടുവരുന്ന തരത്തിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ എന്തായാലും റെഡ്മി ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നു. അതുപോലെ ഈ ഒരു ഡിസ്പ്ലേക്ക് പോറലുകളൊന്നും വീഴാതിരിക്കുന്നതിന് വേണ്ടി കോണിംഗ് ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷനും റെഡ്മി നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 685 എന്ന് പറയുന്ന 4G പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. എനിക്ക് തോന്നുന്നു സ്നാപ്ഡ്രാഗൺ 685 എന്ന് പറയുന്ന പ്രോസറുമായിട്ട് വരുന്ന ലോകത്തെ തന്നെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ ആവുകയാണ് റെഡ്മി നോട്ട് 12. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു സ്നാപ്ഡ്രാഗൺ 685 എന്ന് പറയുന്ന പ്രോസറുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇതൊരു 4G പ്രോസസറാണ്. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മാക്സിമം 6GB റാം ഉണ്ട്. അതുപോലെ മാക്സിമം 128GB ഇന്റൽ മെമ്മറി വേരിയന്റുമാണ് ലഭിക്കുന്നത്. LPDDR4X റാം ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. UFS 2.2 ആണ് ഇതിന്റെ ഇന്റർണൽ സ്റ്റോറേജ് ടൈപ്പ്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ AnTuTu സ്കോർ നമ്മൾ പരിശോധിച്ച് നോക്കി. 3 ലക്ഷത്തിലധികമായിട്ടുള്ള ഒരു സ്കോറാണ് നമ്മൾ ഇവിടെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇതിന്റെ ഒരു AnTuTu സ്കോർ ടെസ്റ്റ് ചെയ്തപ്പോൾ കാണുന്നത്. അപ്പോൾ 3 ലക്ഷത്തിലധികമുള്ള ഒരു AnTuTu സ്കോർ എന്ന് പറയുന്നത് ഒരുവിധം ഓക്കെ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. ഒരു മീഡിയം പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ ഒരു ബെസ്റ്റ് പ്രൈസിംഗിൽ ഒരു മീഡിയം പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. കോൾ ഓഫ് ഡ്യൂട്ടി പോലുള്ള ഗെയിമൊക്കെ നമുക്ക് ഇതിന്റെ ഒരു ഡിഫോൾട്ട് സെറ്റിംഗ്സിൽ നല്ല രീതിയിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കളിക്കാം. മറ്റ് ഇഷ്യൂസ് ഒന്നുമില്ല. അതുപോലെ തന്നെ
ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊന്നും യാതൊരു ലാഗോ അങ്ങനെയുള്ള ഇഷ്യൂസോ ഒന്നുമില്ല. എന്തായാലും ഈ ഒരു പ്രോസസർ ഒരു മീഡിയം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്രോസറാണെന്ന് മനസ്സിലാവുന്നുണ്ട് ഇത് ഈ ഒരു സ്മാർട്ട് ഫോൺ ടെസ്റ്റ് ചെയ്യുമ്പോൾ. ബാറ്ററി സൈഡിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. അതുപോലെ അത് ചാർജ് ചെയ്യാനായിട്ട് 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ബോക്സിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ ആ ഒരു 33 വാട്ടിന്റെ ചാർജർ തന്നെ കൊടുത്തിരിക്കുന്നു. ചാർജിങ്ങിന് ഇത്തരത്തിൽ USB Type-C ചാർജിംഗ് പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ക്യാമറയിലേക്ക് വന്നാൽ 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളിലും ഈ ഒരു 50 മെഗാ പിക്സൽ ഒരു സ്റ്റാൻഡേർഡ് സെൻസറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ 8 മെഗാ പിക്സലിൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ 2 മെഗാ പിക്സലിൽ ഒരു മാക്രോ സെൻസറുമാണ് കൊടുത്തിരിക്കുന്നത്. ഷവോമിയുടെ അല്ലെങ്കിൽ റെഡ്മിയുടെ സ്മാർട്ട് ഫോണുകൾ പൊതുവെ ക്യാമറ നല്ല രീതിയിൽ ഫൈൻ ട്യൂൺ ചെയ്താണ് അതിലെ ചിത്രങ്ങൾ നൽകുന്നത്. അത് ഇവിടെയും കാര്യങ്ങൾ മറിച്ചല്ല. മികച്ച ഫോട്ടോകളും അതുപോലെ തന്നെ മികച്ച വീഡിയോകളും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാൽ ഇതുപോലെ പ്രോ മോഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡോക്യുമെന്റ്സ് സ്കാൻ ചെയ്തെടുക്കുന്ന തരത്തിൽ എടുക്കാൻ ഡോക്യുമെന്റ്സ് മോഡ്, അതുപോലെ വീഡിയോ മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം 1080 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ ഫോട്ടോ മോഡിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ വൈഡ് ആംഗിൾ, നോർമൽ, 2x സൂം ചെയ്തുകൊണ്ടുള്ള ഫോട്ടോകൾ എടുക്കാം. പോർട്രേറ്റ് മോഡിലെ ഫോട്ടോകൾ എടുക്കാം. അതുപോലെ നൈറ്റ് മോഡിന് ഡെഡിക്കേറ്റഡ് ഓപ്ഷൻ ഉണ്ട്. മോർ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ 50 മെഗാ പിക്സലിന്റെ തന്നെ ഹൈ റെസൊല്യൂഷൻ ഫോട്ടോകൾ എടുക്കാനുള്ള ഓപ്ഷനും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ ക്യാമറയുടെ ഈ ഒരു സെറ്റിംഗ്സ് ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ മാക്രോ ഫോട്ടോകൾ എടുക്കാനുള്ള ഓപ്ഷനും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നതായി കാണാം. 13 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി സെൻസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സെന്റർ പഞ്ച് ഹോൾ ആയിട്ട് നൽകിയിരിക്കുന്നത്. നോക്കി, അത് വളരെ ചെറിയ ഒരു സൈസാണ്, ഒരു ചെറു കടുകുമണിയുടെ വലുപ്പം മാത്രം. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ അനുഭവത്തെ ആ ഒരു പഞ്ച് ഹോൾ ഒരിക്കലും മറക്കുന്നില്ല. മനോഹരമായിട്ടുള്ള കുഞ്ഞൻ സെൽഫി ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. വീഡിയോയുടെ കാര്യം എടുത്തു പറഞ്ഞാൽ ഈ ഒരു ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം ഇത്തരത്തിൽ 1080 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുക്കാൻ സാധിക്കുന്നത്. സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷവോമിയുടെ യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള MIUIയുടെ ലേറ്റസ്റ്റ് വെർഷൻ MIUI 14 തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 13 തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നു എന്നുള്ളതും വലിയ കാര്യമാണ്. 2 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കും. അതായത് ഇപ്പോൾ ആൻഡ്രോയിഡ് 13 ആണ്, ആൻഡ്രോയിഡ് 14 15 ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കും. കൂടാതെ 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കും. ഫോണിനകത്ത് മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബോട്ടം ഫയറിംഗിലായിട്ടാണ് എൻ്റെ താഴത്തെ സ്പീക്കർ കൊടുത്തിരിക്കുന്നത്. മോണോ സ്പീക്കർ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സൗണ്ട് തന്നെയാണ് ഡെലിവർ ചെയ്യുന്നത്. ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സൗണ്ട് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റിയും ഈ പറഞ്ഞതുപോലെ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ വിത്ത് ഫുൾ HD+ റെസൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെയും മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോൺ ഡെലിവർ ചെയ്യുന്നു. എസ്പെഷ്യലി നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പഞ്ച് ഹോൾ ക്യാമറയുടെ സൈസ് വളരെ ചെറുതാണ്. അപ്പോൾ അതൊരിക്കലും കാഴ്ച അനുഭവത്തെ മറക്കുന്നില്ല. മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഡിസ്പ്ലേ തന്നെയാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ. ഫേസ് അൺലോക്കും ഫിംഗർ പ്രിന്റും കൊടുത്തിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഡുവൽ ബാൻഡ് വൈഫൈയുടെ സപ്പോർട്ടും ബ്ലൂടൂത്ത് വെർഷൻ 5 നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന് IP53 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ IP53 എന്ന് പറയുമ്പോൾ വാട്ടർ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു വാട്ടർ റിപ്പല്ലന്റ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. ഒരു ചേമ്പലയിലൊക്കെ വെള്ളം വീഴുമ്പോൾ ഉള്ളതുപോലെ മഴത്തുള്ളികളെ പ്രതിരോധിക്കാൻ ഈ ഒരു സ്മാർട്ട് ഫോണിന് സാധിക്കും. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് ആണ്. Redmi Note 12 6GB 64GB ആണ് ഇതിന്റെ ഒരു ബേസ് വേരിയന്റ്. ഇതിന്റെ വില എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻട്രൊഡക്ടറി പ്രൈസ് ആയിട്ട് 1000 രൂപ കുറച്ചുകൊണ്ട് നമുക്ക് 13,999 രൂപയ്ക്ക് വാങ്ങാം. അതുപോലെ തന്നെ ഷവോമി യൂസേഴ്സ് ആണെങ്കിൽ അവർക്ക് വീണ്ടും 500 രൂപ കുറച്ചുകൊണ്ട് 13,499 രൂപയ്ക്കും വാങ്ങാം. ഹയർ വേരിയന്റ് ആയിട്ടുള്ള 6GB 128GB വില എന്ന് പറയുന്നത് 1000 രൂപ ഇൻട്രൊഡക്ടറി ഓഫർ എന്ന നിലയിൽ കുറച്ചുകൊണ്ട് 15,999 രൂപയ്ക്കും, അതുപോലെ ഷവോമി യൂസേഴ്സിന് വീണ്ടും 500 രൂപ കുറച്ചുകൊണ്ട് 15,499 രൂപയ്ക്കും വാങ്ങാവുന്നതാണ്. ഏപ്രിൽ 6 ഉച്ചയ്ക്ക് 12 മണി മുതൽ